വിനോദസഞ്ചാരികൾക്ക് കാഴ്ചയുടെ പറുദീസ ഒരുക്കാൻ ഒരുങ്ങി ആലപ്പുഴ പെരുമ്പളം പാലം. കായലിന് കുറുകെ നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലമാണ് ഇത്. അവസാനവട്ട നിർമ്മാണ പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി പാലം ഉടൻ തന്നെ ഗതാഗതത്തിനായി തുറന്നു നൽകും. പൂർത്തിയാകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു ജനതയുടെ കാത്തിരിപ്പ് കൂടിയാണ്. ഈ റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ഉദയം മലയാളം പൂർണ്ണമാവും. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപായ പെരുമ്പളത്തേക്കുള്ള പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഗ്രാമീണ ഭംഗി അടുത്ത് ആസ്വദിക്കാനുള്ള അവസരമാണ് സന്ദർശകർക്ക് ലഭ്യമാകുന്നത്. 4 വശവും വേമ്പനാട് കായലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പെരുമ്പളത്തുകാർക്ക് ഈ പാലത്തിന്റെ പ്രാധാന്യം നന്നായി അറിയാം. ദേശീയ ജലപാതയ്ക്ക് കുറുകെയാണ് പെരുമ്പളം പാണവള്ളി പാലം പൂർത്തിയാകുന്നത്. അപ്രോച്ച് റോഡ് അടക്കം 2 കിലോമീറ്റർ നീളമുണ്ടാകും പാലത്തിന്. അങ്ങനെ നോക്കിയാൽ സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാകും ഇത്. 500 പാലങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ ഗവൺമെൻറ് 500 അതിലൊരെണ്ണമാണിത്. അതിലൊരു 200ഓളം ഞങ്ങൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞ ഗവൺമെൻറ്. ഒരു 100ഓളം പാലങ്ങൾ ഈ ഗവൺമെൻറ് ഓപ്പൺ ചെയ്തു. ഇനി ഒരു 10-50 കൂടെ ഓപ്പൺ ചെയ്യാം. അപ്പോഴും 350, പിന്നെ 150 പാലം അടുത്ത ഗവൺമെൻറ് പിന്നെയും കിടക്കും. കാരണം അത്ര വലിയ 500 പാലമല്ലേ. ഒരു വർഷം ഒരു 10-20 പാലം പോലും മുമ്പൊന്നും ഓപ്പൺ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ഡിസൈൻ ഇല്ലെങ്കിൽ ആൾ വേണം. അവിടെ ആളില്ല, 3-4 പേരേ ഉള്ളായിരുന്നു. ഒരു പാലത്തിൻ്റെ ഡിസൈൻ വേറെ ഒന്നിൻ്റെ വ്യത്യാസം. അന്നെല്ലാം ഒന്ന് തന്നെ, എല്ലാം മാറ്റി. പിറന്നു വീണ ആശുപത്രിയിൽ നിന്നും ദ്വീപിലേക്കുള്ള യാത്രയിൽ ആരംഭിക്കുന്നതാണ് പെരുമ്പളത്തുകാരുടെ തോണിയിലുള്ള യാത്ര. അവിടെ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കും ജോലി സ്ഥലത്തേക്കും ബോട്ടിന്റെ സമയത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയ ഒരു ജനത. ആ ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് പെരുമ്പളം പാലത്തിലൂടെ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ +2, അതുകൊണ്ട് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പിള്ളേർക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് പുറത്തുപോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്താനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഞങ്ങൾ അനുഭവിച്ച് പാലം എന്ന സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് പോവുകയാണ്. 2 കിലോമീറ്റർ വീതിയും 5 കിലോമീറ്റർ നീളവും 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദ്വീപിലെ ജനസംഖ്യ 12,000 മാത്രമാണ്. 3000-ൽ താഴെ വീടുകൾ മാത്രമുള്ള ദ്വീപിലേക്ക് കിഫ്ബി മുഖേനയാണ് 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പാലം നിർമ്മിക്കുന്നത്. പെരുമ്പളത്തെ 10,000-ഓളം ജനങ്ങളുടെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പളം ജനത ഈ സ്വപ്നം കാണാൻ തുടങ്ങിയത് 1984-ൽ. പക്ഷെ അന്നത്തെ ചെറുപ്പക്കാർ അവർ തീരുമാനിച്ചു ഇത് നടക്കും. അത്തരമൊരു സാഹചര്യത്തിൽ 84-ൽ പെരുമ്പളത്ത് ആദ്യമായിട്ട് പാലത്തിന് വേണ്ടിയുള്ള മുദ്രാവാക്യം ഉയർന്നു. പണി തുടങ്ങുന്ന സമയത്ത് പോലും പെരുമ്പളത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ഇതൊന്നും നടക്കില്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടി പറയുന്നതാണെന്നുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി. ഇന്നും പെരുമ്പളത്തെ പഴയ തലമുറ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദോഷവശങ്ങൾ കാണുന്ന ആളുകളാണ്. പക്ഷേ പുതിയ തലമുറ അവർക്ക് എത്രയും വേഗം മറ്റു സ്ഥലങ്ങളിൽ എത്തണം, മറ്റുള്ളവരെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട്സിൽ ആരംഭിച്ച നിർമ്മാണത്തിന്റെ 90% പൂർത്തിയായി കഴിഞ്ഞു. കരയിലെ 2 തൂണുകളടക്കം 34 തൂണുകളിലായാണ് പാലം നിലയുറപ്പിക്കുന്നത്. ദേശീയ ജലപാത കടന്നുപോകുന്ന ഭാഗമായതിനാൽ മധ്യഭാഗത്ത് പോസ്റ്റിംഗ് ആർച്ച് മാതൃകയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ബോട്ടിലും ജങ്കാറിലും മാത്രം യാത്ര ചെയ്തിരുന്ന പെരുമ്പളത്തുകാരുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരമാവുകയാണ്. പാലത്തിൽ കൂടിയുള്ള ആദ്യ യാത്രയ്ക്കായി ദിവസങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് പെരുമ്പളത്തുകാർ. ആലപ്പുഴ പെരുമ്പളത്തിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.